വർഷം ബില്യണയർ ക്ലബിലെ മെമ്പറാണ്. സോ ഇസ് ദർ എ കോഡ് ടു ബിക്കം റിച്ച്? ഒരു വെരി ഗുഡ് ക്വസ്റ്റ്യൻ. റിച്ച് ആവുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ ഈസി തിങ്. അല്ലെങ്കിൽ അതിനുവേണ്ടി ആരും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ റിച്ച് ആവുകയില്ല. റിച്ച്നെസ് കംസ് ഇൻ മൈൻഡ്. നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ, അതിൻ്റെ ഡെപ്ത്ത്, അതിൻ്റെ ഇമ്പാക്റ്റ്, അത് ഒരു സൊസൈറ്റിയിൽ അതിന് കിട്ടുന്ന അക്സെപ്റ്റൻസ്, ഓട്ടോമാറ്റിക്കലി നമ്മളൊരു പ്രൊഡക്റ്റ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ആ പ്രൊഡക്റ്റിന് കിട്ടുന്ന ട്രസ്റ്റ്, ഇതെല്ലാം ഇതിനെ കൗണ്ട് ചെയ്യും. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് റിച്ച് ആവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് റിച്ച് ആവില്ല. സ്വാഭാവികമായിട്ടും റിച്ച്നെസ് എന്ന് പറയുന്നത് ഓൺലി ഓൺ പേപ്പേഴ്സ്. അതൊരിക്കലും ഒരു മെറ്റീരിയലിസ്റ്റിക് അല്ല. ബിക്കോസ് നമുക്കറിയാം, ഇപ്പോൾ ഏത് വലിയ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും പേപ്പറിലാണ് അതിൻ്റെ കണക്കുകൾ. ഒരിക്കലും ഒരു ഇൻഡിവിജ്വലിന് അതിൽ വലിയ റോൾ ഉണ്ടാവില്ല. ഈസ് ഓൺലി എ മാനേജർ. ഈ സിസ്റ്റംസിനെ മാനേജ് ചെയ്യുന്നത് ആരാണോ ഏറ്റവും നന്നായി മാനേജ് ചെയ്യുന്നത് സക്സസ്ഫുൾ ആവും. അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മണി ഉണ്ടാവും, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, അതുപോലെ തന്നെ വലിയ വർക്ക് ഫോഴ്സ് ഉണ്ടാവും. അതെല്ലാം ക്വാളിഫൈഡും ഹാപ്പി ആയിട്ടുള്ള ആളുകളായി മാറും. സൊസൈറ്റിയിൽ അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. സോഷ്യലി വലിയ എക്കണോമിക് റെവല്യൂഷൻ കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന ഒരു ഓർഗനൈസേഷൻ റിച്ച് ആവുന്നത്. ആ ഓർഗനൈസേഷൻ റിച്ച് ആകുമ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന പോലെ മില്യണർ എന്നൊക്കെ വിളിക്കപ്പെടാം. അപ്പോൾ അതൊരിക്കലും ഒരു ഇൻഡിവിജ്വൽ ലൈഫിന് അതിൻ്റെ ഒരു ഹാങ് ഓവർ അത് ഒരു പേഴ്സണലി അത് വരാൻ പാടില്ല. ബിക്കോസ് ആളുകൾ പലപ്പോഴും അതിനു വേണ്ടി പ്രവർത്തിച്ച് പരാജയപ്പെട്ട് പലപ്പോഴും ഡിപ്രഷൻ അടിച്ച് അങ്ങനെ ഒരുപാട് കേസ് സ്റ്റഡി നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ അതായിരിക്കരുത് ഒരു ലൈഫിലെ ലക്ഷ്യം. ബില്യണർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ആൻ ആക്ടിവിറ്റി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നമ്മൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിലേക്ക് പോവാതെ ലെറ്റസ് ഡു അവർ, നമ്മുടെ കർമ്മം ചെയ്യുക. തീർച്ചയായിട്ടും ആ കർമ്മം നല്ല നിലയ്ക്ക് സപ്പോർട്ടോടുകൂടി എല്ലാവരുടെ ബ്ലെസ്സിങ്സോടുകൂടി ചെയ്യുമ്പോൾ അതിന് വലിയ റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഒരു ഇൻ്റർനാഷണലി നമ്മൾ കണക്റ്റഡ് ആവുമ്പോൾ ഓട്ടോമാറ്റിക് എല്ലാം തന്നെ വളരെ വളരെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ റെക്കഗ്നേഷൻ പേഴ്സണൽ ലൈഫിൽ വരും, ഫാമിലി ലൈഫിൽ വരും, ഓർഗനൈസേഷന് വരും. അതുപോലെ തന്നെ മറ്റു നിലയ്ക്കുള്ള റെപ്യൂട്ടേഷൻസ് ഇൻക്രീസ് ആവും. ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ നമ്മൾ വേറെ ഒരു ലെവലിലേക്ക് ഉയർത്തപ്പെടും. അതാണ് ശരിക്കുള്ള റിച്ച്നെസ്സും അതാണ് ശരിക്കുള്ള ബില്യണറും. ആ ക്വസ്റ്റ്യൻ വളരെ നല്ലതാണ്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൽ കണ്ടുവരുന്നത് പഠിച്ചിറങ്ങുന്നതിന് മുന്നേ അവർക്ക് കുറേ കാശുണ്ടാക്കണം, അവർ ജീവിതം എൻജോയ് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അത് തെറ്റാണ്. ആക്ച്വലി നമ്മൾ ഇരുന്നിട്ടാണ് കാൽ നീട്ടാൻ പാടും. നാടൻ ഒരു കോട്ടാണ്, വെൻ യു ആഫ്റ്റർ സിറ്റിംഗ് യു ജസ്റ്റ് എക്സ്റ്റെൻഡ് ഓർ റിലാക്സ് യുവർ ലെഗ്സ് എന്നുള്ള. പലപ്പോഴും ചെയ്യുന്ന ആളുകൾ ആദ്യം തന്നെ വലിയ വലിയ റിസ്കുകൾ ഏറ്റെടുക്കും, അതിനെക്കുറിച്ച് പഠിക്കാതെ, അല്ലെങ്കിൽ പലതും അതിൻ്റെ ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഫെയിലിയർ വരും. ആ ഫെയിലിയർ ഉള്ളത് ആരും കാണുന്നില്ല. ഇവിടെ സക്സസ്ഫുൾ ആവുന്നത് എത്ര ആളുകളാണ്? വളരെ അപൂർവം ആളുകളാണ് സക്സസ്ഫുൾ ആവുന്നത്. അവരതിനിട്ടിട്ടുള്ള ഹാർഡ് വർക്ക്, അവരതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈമിലെ ഓരോ കാര്യങ്ങൾ, അവരുടെ പ്ലാനിങ്, ഇതെല്ലാം ഇത് കൗണ്ട് ചെയ്യും. അപ്പോൾ യങ്സ്റ്റേഴ്സിനോട് എനിക്ക് ഉപദേശിക്കാൻ അല്ലെങ്കിൽ അഡ്വൈസ് എന്ന് പറയാനുള്ളത്, ഡോണ്ട് ടേക്ക് ഹാസ്റ്റി ഡിസിഷൻസ്. വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ലൈഫിൽ സക്സസ്ഫുൾ ആവും. സക്സസ്ഫുള്ളായ ആളുകൾക്ക് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് വരും. ഓപ്പർച്യൂണിറ്റീസ് മുന്നിൽ വരുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാനും അത് ഉപയോഗിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. പലരും ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ 2 പ്രാവശ്യം ആലോചിച്ച് ഡൗട്ട് മാസ്റ്റേഴ്സായിട്ട് അതിനെ തട്ടിക്കളയും. അവർ സക്സസ്ഫുൾ ആവില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ലെസൺസ്. ഇത് മാനേജ്മെൻറ്റ് തിയറിയിലൊക്കെ പലരും പഠിക്കുന്നതും ചെയ്യുന്നതുമാണ്. പക്ഷേ ഇതൊന്നും ലൈഫിൽ അവർ പലപ്പോഴും എക്സിക്യൂട്ട് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ, ഇത്തരം ഒരു മൈൻഡിൻ്റെ ഒരു ചേഞ്ച് യങ്സ്റ്റേഴ്സിൽ വന്ന ഈ സമൂഹത്തിലെ എല്ലാ ആളുകളും മനസ്സുകൊണ്ട് ബില്യനേഴ്സ് ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് എൻ്റെ ബില്യനർ എന്നുള്ള ആ ക്വസ്റ്റ്യനുള്ള ആൻസർ.